ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റാരെ പറ്റിയൊന്നുമല്ല, നമ്മുടെ സ്വന്തം ദളപതി വിജയെ കുറിച്ച് തന്നെയാണ്. സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലൊക്കെ ഒരടി എടുത്ത് വെച്ചപ്പോഴേക്കും ദളപതിയുടെ പേരിൽ വലിയ വലിയ വിവാദങ്ങൾ തന്നെയാണ് വന്നതല്ലേ. നമ്മൾ കേട്ടു വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളാണെന്നും അവർ ഡിവോഴ്സിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള വാർത്തകളാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം വരെയും കേട്ടത്. ഇതിന് പിന്നിലെ പ്രമുഖ നടിയെ ആരാണെന്ന് സോഷ്യൽ മീഡിയ തന്നെ കണ്ടെത്തി കഴിഞ്ഞു കൊടുത്തു. നടി തൃഷ. ശരിക്കും വിജയെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചും അദ്ദേഹം തമിഴ് സിനിമാ നടനാണെങ്കിൽ പോലും മലയാളികളുടെ ഇടയിൽ വിജയ് എന്നുള്ള താരത്തിന് ഭയങ്കര ഇമ്പാക്റ്റ് തന്നെയുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ അത്രയേറെ സ്നേഹിക്കുന്ന നമ്മളെ പോലെ, അത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കുറച്ച് വിഷമമുള്ള കാര്യങ്ങൾ തന്നെയാണ്. വിജയുടെ ഭാര്യ സംഗീത ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്ന കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞു. ആരോപണം കേട്ട് നമ്മൾ ഞെട്ടിയോന്ന് ചോദിച്ചാൽ ഞെട്ടി, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം വിജയ്ക്ക് തമിഴിലെ ഒരു പ്രമുഖ നടിയുമായിട്ട് ബന്ധമുണ്ട് എന്നായിരുന്നു അവരുടെ ആരോപണം. ആ നടിയുടെ പേര് ഇപ്പോൾ നാട്ടിലാകെ പാട്ടാണ്. സത്യത്തിൽ വിജയും സംഗീതയും തമ്മിൽ വലിയൊരു പ്രണയകഥ തന്നെ ഉണ്ടായിരുന്നു. സംഗീത ഇന്ത്യക്കാരിയൊന്നും ആയിരുന്നില്ല. ശ്രീലങ്കൻ തമിഴ് വംശജയാണ് അവര്. ലണ്ടനിലൊക്കെ ആയിരുന്നു ഈ സംഗീത താമസിച്ചിരുന്നത്. വിജയുടെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ട് അത് പറയാൻ വേണ്ടിയിട്ട് കൊളംബോയിൽ നിന്ന് മദ്രാസിൽ വന്ന് കണ്ട പെണ്ണാണ് സംഗീത. ആ പരിചയം പിന്നീട് അങ്ങോട്ട് പ്രണയവുമായി, വിവാഹമായി. പിന്നെ അവർക്കിപ്പോൾ 25 വയസ്സുള്ള മകനും 20 വയസ്സുള്ള മകളും ഉണ്ട്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് വിജയ്ക്ക് 51 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിവോഴ്സ് കേസുമായിട്ട് ഈ സംഗീത വരുന്നത്. സത്യത്തിൽ അത് വലിയൊരു ഷോക്ക് തന്നെയാണ്. ഇത്രയും വർഷം ഇല്ലാതിരുന്നത് വിജയുടെ 51ാമത്തെ വയസ്സിൽ ഡിവോഴ്സ് കേസുമായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നത് അതിപ്പോ എത്ര വയസ്സായാലും, ചെറുപ്രായത്തിലായാലും വയസ്സാം കാലത്തായാലും ഡിവോഴ്സ് തന്നെയാണ്. നമുക്കറിയാം വിജയ് തൃഷയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര ഒരു കെമിസ്ട്രി തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവരുടെ ഒരു കോമ്പിനേഷൻ സിനിമ കണ്ടത് ഗില്ലി സിനിമയാണ് കേട്ടോ. പണ്ട് ഫസ്റ്റില് ഞാൻ വിജയും തൃഷയുടെ ഒരു കോംബോ സിനിമ കണ്ടത് ഗില്ലിയാണ്. ശരിക്കും ആ ഒരു സിനിമ ഭയങ്കര ഹിറ്റ് ആവുകയും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ശരിക്കും ഈ ഒരു ഗില്ലി മാത്രമല്ല, അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അതെല്ലാം ഹിറ്റ് ആവുകയും ചെയ്തു എന്നുള്ള പ്രത്യേകതയുണ്ട്. ആ സമയത്ത് തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് വരെ ഉള്ള ഭയങ്കര ഗോസിപ്പുകളും ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുമില്ലായിരുന്നു. സംഗീതയുടെ ഇടപെടൽ കാരണമാണ് അത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 15 വർഷത്തിന് ശേഷം ലിയോ എന്ന സിനിമയിൽ അവർ വീണ്ടും ഒന്നിച്ചു. ആ സിനിമയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. പക്ഷെ വീട്ടിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള അവസ്ഥയെത്തി. ഇവർ തമ്മിലുള്ള ബന്ധം വീണ്ടും പുതുക്കി എന്നാണ് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡ്യൂസറിന്റെ മകന്റെ കല്യാണത്തിനും ഇരുവരും ഒന്നിച്ചെത്തിയത്. സോഷ്യൽ മീഡിയ ഭയങ്കര ട്രെൻഡിങ് ഒരു വൈറൽ വീഡിയോ തന്നെയായിരുന്നു. കാരണം ഈ ഒരു ഡിവോഴ്സിന്റെ ഘട്ടത്തിലാണ് ഇവർ രണ്ടുപേരും ഒരേ കാറില് ഒരേ മാച്ചിങ് ഡ്രസ്സോടുകൂടി തന്നെ ആളുകളുടെ മുന്നിൽ, അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിന്നും അടുത്തടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത്. തൃഷയെ വിട്ടു നിൽക്കാതെ വിജയും, അതുപോലെ വിജയെ വിട്ടു നിൽക്കാതെ തൃഷ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഹെഡ്ലൈൻസ് ഒക്കെ കണ്ടത്. അപ്പൊ ഇതൊക്കെ കണ്ടതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു കാര്യങ്ങൾ സീരിയസ് ആണ് എന്നുള്ളത്. എന്തായാലും ഇതൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രമുഖ നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ആ ഒരു വരവ് വരുന്നത്. ഒരു സ്റ്റൈലും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വരവ്. കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും വിജയുടെ രാഷ്ട്രീയ കാര്യത്തിലൊന്നും ബാധിക്കില്ല എന്നാണ്. ജയശങ്കർ പറയുന്നത് ശ്രദ്ധിച്ചോ, തമിഴ് സിനിമയിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് എന്നുള്ളത്. അതായത് വിജയിന്റെയും അജിത്തിന്റെയും കാലത്ത് ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ആ ഉദാഹരണം കേട്ടാണ് ശരിക്കും നമ്മുടെ കിളി പറന്നു പോകുന്നല്ലേ. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കേരളം ഒരു സാക്ഷി, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സംഭവമായി സാമ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക. നമുക്കറിയാം ഈ ഒരു വിജയ് തൃഷയുടെ ബന്ധം വന്നപ്പോൾ മുതൽ തന്നെ ദിലീപ്, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ആ ഒരു വിഷയം കൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം സെയിം അതേ രീതിയിലുള്ളതായിരുന്നു. പക്ഷെ ഈ പുള്ളിക്കാരൻ, അതായത് ജയശങ്കർ പറയുന്നത് നമ്മുടെ ദിലീപും കാവ്യ മാധവൻ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ കേസൊന്നുമല്ല. കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് ഗണേഷ് കുമാർ ആദ്യമായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇതുപോലെ കോടതിയിൽ പോയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗണേഷിന് സീരിയൽ സിനിമ നടിമാരുമായിട്ട് ബന്ധമുണ്ട് എന്നായിരുന്നു അന്നത്തെ പരാതി. ഗണേഷ് കുമാർ തോറ്റുപോകുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ അവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. പത്തനാപുരത്തുകാർ ഗണേഷിനെ അങ്ങ് വിജയിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം മന്ത്രിയായി. അതിനുശേഷം ഭാര്യയുമായിട്ട് ഒത്തുതീർപ്പിലായി.
പിന്നെ വിജയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് ജയശങ്കർ എടുത്തു പറയുന്നത്. എന്തായാലും ആ ഒരു സംഭവം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ കാര്യം അച്ചട്ടാകാനാണ് സാധ്യതയല്ലേ. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു 3 വർഷം പഴക്കമുള്ള ഒരു പോസ്റ്റ് വൈറലാവുകയാണ്. അതായത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ മലയാളി എന്നൊരു പേജിൽ വന്നതാണ് ഇത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2026 ഇലക്ഷൻ കഴിഞ്ഞാൽ വിജയ് നിയമപരമായിട്ട് ഡിവോഴ്സ് ആകും എന്നുള്ള കാര്യം. 2 മാസത്തിനുള്ളിൽ തൃശ്ശയെ വിവാഹം കഴിക്കുമെന്നും ആ ഒരു പേജിൽ പറയുന്നുണ്ട്. എന്തായാലും അന്ന് ആരും ഗൗനിക്കാതിരുന്ന ആ ഒരു പോസ്റ്റ് ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ആ പ്രവചനം നടത്തിയ ആൾ ആരായാലും പുള്ളിക്ക് ഫ്യൂച്ചർ കാണാൻ കഴിയുമോ എന്ന് പോലും സംശയിച്ചു പോകുന്നുണ്ട്. കാരണം സംഗീത വക്കീൽ നോട്ടീസ് അയച്ചതോടുകൂടി തന്നെ ആ പ്രവചനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നിപ്പോകും. വിജയ് ഇപ്പോൾ തമിഴക വെട്രി കഴകം എന്നുള്ള പാർട്ടിയുമായിട്ട് സ്റ്റാലിന്റെ DMK-യെ ഒക്കെ വിറപ്പിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കേസ് വരുന്നത് വിജയെ താഴെ ഇറക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തതായിരിക്കും അല്ലേ. അതിന്റെ ഒരു സംശയം കൂടി ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ജയശങ്കർ പറയുന്നത് എന്താണ്, വിജയ് മിടുക്കനാണ് എന്നാണ്. വരാനിരിക്കുന്ന ഇലക്ഷനിൽ വിജയുടെ പാർട്ടി വെന്നിക്കൊടി പാറിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സിനിമയും രാഷ്ട്രീയത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് തമിഴ്നാടിന്റെ ചരിത്രം വായിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് തമിഴകം ചർച്ച ചെയ്യുന്നത് എന്താണ്, സിനിമയിലെ നായകനെയല്ല, ഒരു കുടുംബനാഥന്റെ പതർച്ചയും ഒരു രാഷ്ട്രീയക്കാരന്റെ വെല്ലുവിളികളുമാണ്. ഇവിടെ വിജയ്, സംഗീത, തൃഷ ഈ 3 പേരുകൾ ചുറ്റും കറങ്ങുന്ന ഗോസിപ്പുകൾക്ക് അപ്പുറം ചില ഗൗരവകരമായിട്ടുള്ള സത്യങ്ങളുണ്ട്. വിജയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായത് 25 വർഷത്തെ ദാമ്പത്യം, ആരാധകരിൽ ഒരാളായി വന്ന് വിജയുടെ ജീവിത സഖിയായിട്ടുള്ള സംഗീത, അവരിന്ന് കോടതി കയറുമ്പോൾ നമ്മൾ കാണേണ്ടത് തകരുന്ന ഒരു കുടുംബത്തെയാണ്. 51-ാം വയസ്സിൽ വിജയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് കേവലം ഒരു സിനിമാ ഗോസിപ്പായി തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ സംഗീത എന്ന സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള നീതിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തമിഴ് സിനിമാ ലോകത്തെ പുരുഷാധിപത്യ പ്രവണതകളെ കുറിച്ചാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിക്കുന്നത്. പഴയകാല നടന്മാരുടെ രീതികൾ ഇന്നും തുടരുന്നത് ഒരു കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഈ ഒരു കൃത്യസമയത്ത് തന്നെ സംഗീത വക്കീൽ നോട്ടീസ് അയക്കുന്നത്? ചിലപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധവുമാകാം, അല്ലെങ്കിൽ ഭരണകക്ഷിയായ DMK വിറപ്പിക്കാൻ കെൽപ്പുള്ള വിജയുടെ പ്രതിച്ഛായ തകർക്കാൻ എതിരാളികൾ മെനഞ്ഞ ഒരു തന്ത്രവുമാകാം. ഇവിടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വിജയ് എന്ന് പറയുന്നത് വെറും നടൻ മാത്രമല്ല, ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഈ വിള്ളലുകൾ അവരെ വൈകാരികമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. സംഗീത ഉന്നയിച്ച ആരോപണങ്ങൾ വിജയുടെ കരിയറിനെ തന്നെ തകർക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല വീഡിയോകളും പ്രചരിക്കുന്നത്. കുടുംബം നോക്കാൻ കഴിയാത്തവൻ എങ്ങനെ നാട് ഭരിക്കും എന്നുള്ള ചോദ്യം ജനങ്ങൾക്കിടയിൽ ബോധപൂർവം എത്തിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിനെ രാഷ്ട്രീയക്കാർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ റോൾ വരുന്നത് ഇവിടെയാണ്. അതായത് തമിഴ്നാട്ടിലെ DMK-യും AIDMK-യും ഒക്കെ പോലുള്ള വമ്പൻ പാർട്ടികൾക്ക് മുന്നിലേക്ക് വിജയ് കടന്നു വരുന്നത് വലിയൊരു ഭീഷണിയായിട്ടുണ്ട്. നേരിട്ട് രാഷ്ട്രീയമായിട്ട് നേരിടാൻ ബുദ്ധിമുട്ടുള്ള ഒരു നേതാവിനെ തകർക്കാൻ ഏറ്റവും എളുപ്പവഴി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നതാണ്. ഇവിടെ വിജയെ ഒരു സ്ത്രീ വിരുദ്ധനായിട്ട് അല്ലെങ്കിൽ കുടുംബം തകർത്തവനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതിലൂടെയാണ് സ്ത്രീ വോട്ടർമാരെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റാൻ എതിരാളികൾക്ക് സാധിക്കും. പിന്നെ ഈ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള TVK മുന്നോട്ട് വെക്കുന്ന നയങ്ങളെക്കുറിച്ചോ ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം എല്ലാവരും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഈ ഒരു വിവാദം സഹായിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകളെ വഴിതിരിച്ചു വിടാൻ ഇതൊരു നല്ല തന്ത്രമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ ഒരാൾ വളർന്നു വരുമ്പോൾ അയാളുടെ അവിഹിത ബന്ധങ്ങളും കുടുംബ പ്രശ്നങ്ങളും പർവ്വതീകരിച്ച് കാണിക്കുന്നത് ഒരു പഴയ തന്ത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് കണ്ടതാണല്ലോ. അന്ന് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തകർക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ മറുപടി പത്തനാപുരത്തെ വോട്ടർമാരുടെ വിജയമായിരുന്നു. വിജയുടെ കാര്യത്തിലും എതിരാളികൾ ഈ ഒരു പഴയ വീഞ്ഞുണ്ടല്ലോ, അതൊരു പുതിയ കുപ്പിയിലേക്ക് ഇറക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും എളുപ്പം ഉപയോഗിക്കാവുന്ന ആയുധമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. പെയ്ഡ് പ്രൊഫൈലുകളിലൂടെയും വ്യാജ വീഡിയോകളിലൂടെയും ഒരു നുണ 100 വട്ടം പറഞ്ഞ് സത്യമാക്കാൻ അവർക്ക് കഴിയും. 3 വർഷം മുൻപുള്ള പ്രവചനങ്ങളും ഇപ്പോൾ വരുന്ന ഗോസിപ്പുകളും എല്ലാം കൂട്ടിയിണക്കി വിജയുടെ കരിയർ അവസാനിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് വലിയൊരു വിഭാഗം സൈബർ വിങ്ങുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകും. ഇവിടെ നമ്മൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അയാളുടെ സ്വകാര്യ ജീവിതം നോക്കിയാണോ, അതോ അയാളെ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കിയാണോ? വിജയ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതൊരിക്കലും ജനാധിപത്യത്തിന് നല്ലതല്ല. എതിരാളികൾ എറിയുന്ന ഈ ഒരു വലയിൽ
ജനങ്ങൾ വീണു പോകരുത്. എന്തായാലും തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ തന്നെ വിജയ് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കും എന്ന് തന്നെയാണ് വിശ്വാസം. വിജയ് എന്ന നടൻ ഇപ്പോൾ വെറും ഒരു വ്യക്തി മാത്രമല്ല, കോടിക്കണക്കിന് രൂപ നിക്ഷേപമുള്ള ഒരു വലിയ ബ്രാൻഡാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ ഉലച്ചിലും സിനിമയും രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ വെറും ഒരു കുടുംബ പ്രശ്നം എന്നതിലുപരി ഒരു ബിസിനസ് ഗെയിം കൂടിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്രയും വർഷം നിശബ്ദയായിരുന്ന സംഗീത വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് പ്രതികരിച്ചു? തന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു അമ്മയുടെ മുൻകരുതലാണോ, അതോ തന്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ എടുത്ത ഒരു ധീരമായിട്ടുള്ള ഒരു തീരുമാനമാണോ? ഇവിടെ നമ്മൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചു. പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. വിജയുടെ ജീവിതത്തിലെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ആരോ ഒരാളാണ് ആ പേജിന്റെ പിന്നിൽ. ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ കൂട്ടുകാരെ, തമിഴ്നാടിന്റെ മണ്ണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ പുകയാൻ പോവുകയാണ്. ആരാധകർക്ക് അദ്ദേഹം ഇപ്പോഴും ദളപതി തന്നെയാണ്. പക്ഷെ വോട്ടർമാർക്ക് അദ്ദേഹം ആരായിരിക്കും? വ്യക്തി ജീവിതത്തിലെ കറകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഒരു മാറ്റു കുറയ്ക്കുമോ? നമ്മൾ ഇവിടെ കേട്ടത് പലരുടെയും അഭിപ്രായങ്ങളാണ്. അതിലെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുമുണ്ട്, സോഷ്യൽ മീഡിയയിലെ പ്രവചനങ്ങളുമുണ്ട്, ഒപ്പം സാധാരണ ജനങ്ങളുടെ ആശങ്കകളുമുണ്ട്. ഇതിലേതാണ് ശരി എന്നുള്ളത് 2026 തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിച്ചു തരും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിശകലനവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.